ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു, ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മഹൽ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ, മഹൽ ഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സുവിശേഷത്തിന് വേണ്ടി ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ച കർത്തുദാസനാണ് വേട്ടമല പീലിപ്പോസ് ഉപദേശി. അദ്ദേഹത്തിൻ്റെ ആത്മീക തീഷ്ണതയും സമർപ്പണ ബോധവും ഇന്ന് ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾ ഓർക്കാതിരിക്കില്ല. ഉപദേശി രചിച്ച ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ എന്ന പാട്ട് നമ്മിൽ മിക്കവർക്കും അറിയാം. ഈ പാട്ട് രചിക്കുവാൻ പ്രേരണയായ ഒരു സംഭവം ഉപദേശിയുടെ ജീവിതത്തിൽ ഉണ്ടായി. സ്വന്തമായി തനിക്ക് ഒരു സെൻറ്റ് ഭൂമി പോലുമില്ല. മറ്റാരുടെയോ പാട്ടപ്പുരയിടത്തിൽ കെട്ടിയ കുടിലാണ് കുടുംബമായി താമസിക്കുന്നത്. കുടിലിനോട് ചേർന്ന് കപ്പയും കാന്താരിമുളക് കൃഷിയുമുണ്ട്. അവ വിറ്റായിരുന്നു ഉപജീവനം കഴിച്ചിരുന്നത്. സഞ്ചാര ഉപദേശിയായി നടന്ന് സുവിശേഷം അറിയിച്ച് ഭവനത്തിലെത്തുന്നത് പല ദിവസങ്ങളും കഴിഞ്ഞായിരിക്കും. ഒരു ദിവസം തൻ്റെ സ്ഥലത്തെ കപ്പയും കുരുമുളക് ചെടിയും സുവിശേഷ വിരോധികളിൽ ആരോ നശിപ്പിച്ചു. 2 ദിവസത്തിനകം നാട്ടുകാർ യഥാർത്ഥ പ്രതിയെ പിടികൂടി പോലീസ് ഏൽപ്പിക്കണമെന്ന് നാട്ടുകാർ ഉപദേശിച്ചു. ഈ സംഭവം നടന്ന ചില ദിവസങ്ങൾക്ക് ശേഷമാണ് ഉപദേശി വീട്ടിലെത്തിയത്. വന്നപാടെ ഭാര്യ കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു. അത് കേട്ട് പോലീസിൽ പരാതി നൽകണമെന്ന് ഭാര്യയുടെ നിർബന്ധവും താൻ കേട്ടു. പരാതി എഴുതുന്നതിൽ ഉപദേശി അശേഷം താല്പര്യം കാണിച്ചില്ല. അവർ രണ്ടുപേരും നശിപ്പിക്കപ്പെട്ട കൃഷിസ്ഥലത്ത് നിന്നുകൊണ്ട് കണ്ണുനീർ തൂകി. നിരാശപ്പെട്ട ഭാര്യയെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും പരാതി എഴുതി കൊടുക്കുന്നില്ല എന്ന് താൻ തീർത്തും തീരുമാനിച്ചിരുന്നു. കുടിലിൽ മടങ്ങിയെത്തിയ ഉപദേശി ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ പരാതി എഴുതി കൊടുക്കാമെന്ന് സമ്മതിച്ചു. ഭാര്യയ്ക്ക് സന്തോഷമായി. അല്പസമയം കഴിഞ്ഞു. ഭാര്യ കൊടുത്ത കടലാസിൽ പരാതി എഴുതി. ഉപദേശി ചോദിച്ചു, പരാതി നിനക്ക് വായിച്ച് കേൾക്കണ്ടേ? കേൾക്കണം. അദ്ദേഹം പരാതി ഭാര്യയെ വായിച്ച് കേൾപ്പിച്ചു. അതൊരു പാട്ടിന് രൂപത്തിലായിരുന്നു. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ഭാര്യ ഒന്നും പറഞ്ഞില്ല. വീണ്ടും അദ്ദേഹം വായിച്ചു. പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ഉപദേശി തുടർന്നും പാടി. കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ, നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, പരാതി കൊടുക്കണ്ട, ഈ യേശു മതി നമുക്ക്. അവർ രണ്ടുപേരും തുടർന്ന് കൃഷിയിടത്തിൽ തങ്ങളുടെ മുട്ടുമടക്കി. എത്രയോ നിസ്സാര കാര്യങ്ങൾക്കാണ് നാം അയൽക്കാരോടും സഹവിശ്വാസികളോടും കൈപ്പായിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവരോട് എന്തുകൊണ്ട് നമുക്ക് സമാധാനത്തിൽ കഴിയുവാൻ സാധിക്കുന്നില്ല? തൻ്റെ എല്ലായ്മയിലും ഇപ്രകാരം ഒരു മനോഭാവം പുലർത്തുവാൻ വേട്ടമല പീലിപ്പോസ് ഉപദേശിക്ക് കഴിഞ്ഞുവെങ്കിൽ ഇന്നത്തെ നമ്മുടെ സമൃദ്ധിയുടെ മധ്യത്തിൽ എത്രയധികം സാധിക്കണം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. എബ്രായർ 12, 28, 29 വാക്യങ്ങൾ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യമായി പറയാം. എബ്രായർ 13:6. 118-ാം സങ്കീർത്തനം 6-ാം വാക്യം ഇപ്രകാരമാണ്. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും.
എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. അതെ, ക്രിസ്തുവിൽ നമുക്ക് പൂർണ്ണ സുരക്ഷിതത്വവും സമ്പൂർണ്ണ സമാധാനവും ഉണ്ട്. എന്നാൽ ചിലപ്പോഴെങ്കിലും നമുക്ക് നമ്മളുടെ മനസ്സ് ക്ഷീണിച്ചു പോയതായി തോന്നിയിട്ടില്ലേ? നമ്മുടെ നിർഭയ നായകൻ യേശുവാണ്. അവിടുന്ന് സഹിച്ചതുപോലെ പാപികളാൽ വിരോധം ആരും ഒരിക്കലും സഹിച്ചിട്ടില്ല, ഇനി സഹിക്കുകയുമില്ല. അവിടുന്ന് കടന്നുപോയ അനുഭവങ്ങളെ ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പരീക്ഷകൾ താരതമ്യേന നിസ്സാരമാണ് എന്ന് മനസ്സിലാക്കാം. കർത്തൃദാസൻ വില്യം മാക്ഡൊണാൾഡിൻ്റെ ഒരു വാചകം ഉദ്ധരിച്ചുകൊണ്ട് ഈ പ്രഭാതചിന്ത അവസാനിപ്പിക്കട്ടെ. വിശ്വാസിക്ക് സംഭവിക്കുന്നതൊന്നും യാദൃച്ഛികമല്ല. ദുരന്തങ്ങൾ വേഷം മാറി വരുന്ന അനുഗ്രഹങ്ങളാണ്. നിരാശകൾ അവിടുത്തെ നിയമനങ്ങളും. ജീവിതത്തിലെ വിരുദ്ധ സാഹചര്യങ്ങൾ നമ്മെ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തോട് അനുരൂപമാക്കുവാനുള്ള പടച്ചമയങ്ങളാകുന്നു. അതുകൊണ്ട് നമുക്കും പാടാം, ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിൽ എന്തുള്ളൂ. കർത്താവേ, നിന്റെ വാഗ്ദത്തങ്ങളിൽ പൂർണ്ണമായി ആശ്രയം വെച്ച് ഓട്ടമോടി തീർക്കുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ, പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന, കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മയിലൻ പേറുന്ന യേശു പോരായോ. നല്ല പെറ്റമ്മയിലൻ പേറുന്ന യേശു പോരായോ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ.